തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളത്. 1 കൊരിന്ത്യർക്ക് ലേഖനം 6 അതിൻ്റെ 19-20 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നുള്ള ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ എന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തണമെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. കാരണം കർത്താവ് യേശു ക്രിസ്തു നമ്മൾ വിശ്വസിച്ച് സ്നാനം എന്ന പ്രക്രിയയിലൂടെ നമ്മൾ കർത്താവിനോടുള്ള അവൻ്റെ ശരീരത്തോടെ നമ്മൾ ഏകീഭവിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ തന്നെ ഉരിഞ്ഞു കളയണമെന്ന് വചനം പറയുന്നു. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് ആ നിലവാരത്തിൽ നിൽക്കുമ്പോൾ പിന്നീട് നമ്മുടെ ശരീരങ്ങളിൽ നമ്മുടെ അവയവങ്ങളിൽ വാഴേണ്ടത് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളോ ജഡത്തിൻ്റെ ചിന്തകളോ അല്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുള്ളത് കൊണ്ട്, ആ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട്, അവൻ്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് പിന്നെ ഒരിക്കലും നമ്മൾ നമ്മളുടെ ചിന്തകൾക്കോ നമ്മളുടെ ഇഷ്ടങ്ങൾക്കോ വേണ്ടി നിൽക്കുന്നവരല്ല. കാരണം കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി, അവൻ്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് വചനം കൂടെ പറയുമ്പോൾ പിന്നീട് ഒരിക്കലും നമ്മുടെ ശരീരങ്ങളിൽ നമ്മുടെ അവയവങ്ങൾ വാഴേണ്ടത് അനീതിയല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപകളുമാണ് നമ്മുടെ മേൽ വാഴേണ്ടത്. നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, ത്വക്ക്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് അത് മാറാതെ ദൈവത്തിന് വസിക്കാൻ കഴിയുന്ന പരിശുദ്ധമായ അവയവങ്ങളായി ഒരു മന്ദിരമായി നമ്മളെ തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ ബോധ്യത്തിൽ, ആ വെളിപ്പാടിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ കാണാൻ കഴിയും. നമ്മുടെ ശരീരം കൊണ്ടും അതരം കൊണ്ടും ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.